ഹലോ ഹായ്, എൻ്റെ പേര് നദീറ ഹനീഫ. ഞാൻ മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിൽ നിന്ന് വരുന്നു. ഞാൻ സെക്കൻഡ് റൗണ്ടിലേക്ക് ആണ് മത്സരിക്കുന്നത്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഹൈദരാബാദി ബിരിയാണിയാണ്. ഫിറ റൈസ് കൊണ്ടാണ് ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ. നമുക്ക് അരി പൊട്ടിച്ച് വെള്ളത്തിലിട്ട് വെക്കാം. രണ്ട് ഗ്ലാസ് അരിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. പാലൊന്ന് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് കുങ്കുമപ്പൊടി ഇട്ട് കൊടുക്കാം. പാല് ചൂടായിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ബൗളിലേക്ക് ഒഴിച്ച് വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് ചിക്കൻ മസാലയ്ക്കുള്ള ഉള്ളി വറുത്തെടുക്കാം. ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് വറുക്കാനുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്കുള്ള ചിക്കന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചെറുനാരങ്ങ നീര്, മല്ലിച്ചപ്പ്, പുതിനയില, പച്ചമുളക്, സ്പെഷ്യലായി പൊടിച്ച ഗരം മസാല നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനിയും നമുക്ക് ഉള്ളി മൂത്തിടാണ്ട്. അപ്പോൾ അതിന് മുമ്പൊന്ന് മിക്സ് ആയിക്കോട്ടെ. സവാള നന്നായിട്ട് വഴന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പാത്രത്തിലൊരു കോരി വെക്കാം. നന്നായി സവാള വറുത്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തെടുക്കാം. ഇതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് പോരാ. നമുക്ക് ചിക്കനിലേക്കുള്ള ഉള്ളി ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കാം. നമുക്കത് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. വറുത്ത് വെച്ച ഉള്ളിയിലെ എണ്ണ 2 സ്പൂണ് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. നമുക്ക് അരി വേവിക്കാൻ ആദ്യം 2 സ്പൂൺ നെയ്യൊഴിച്ച് ഏലക്ക, പട്ട, ഗ്രാമ്പു വെള്ളം ഒഴിച്ച് കൊടുക്കും. അരി ഊറ്റാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കും. 2 ബേ ലീഫ് ഇട്ട് കൊടുക്കും. ഈ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. യെസ്, നമ്മുടെ ക്വാർട്ടർ ഫൈനലിസ്റ്റുകൾ, അതായത് തേർഡ് ബാച്ച്, ലാസ്റ്റ് ബാച്ച്. സ്റ്റീമൊക്കെ വെളി വന്നോണ്ടിരിക്കുകയാണ്. ദമ്മിട്ടോ? ദമ്മിട്ട് റെഡിയാക്കി. അരി ഇന്നും കൂടെ വേവാണ്ട്. എന്ത് ബിരിയാണിയാണ്? ഞാൻ ചേച്ചിൻ്റെ ഹൈദരാബാദി ബിരിയാണിയാണ്. അതേമാതിരി എഴുതിയെടുത്ത് കൊടുക്കുന്നതാണ് ഞാൻ. നല്ല ഇഷ്ടമായി. അപ്പോൾ എനിക്ക് ഞാൻ അപ്പോൾ ചേച്ചിൻ്റെ റെസിപ്പി എടുത്തുണ്ടാക്കിയാണ്. സ്പെഷ്യൽ മസാല ഒക്കെ ഉണ്ടാക്കി. പിന്നെ എങ്ങനെ എന്ത് പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ? അതായത് ഈ ഒരു റൗണ്ടിൽ എത്തിയതിൻ്റെ ഒരു സന്തോഷം, ക്വാർട്ടറിൽ എത്തും. എന്താ പറയുക, ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എത്തുന്നുള്ളത്. പക്ഷേ ചേച്ചിൻ്റെ മുന്നിൽ ഞാൻ ചെയ്ത് വിജയിച്ചപ്പോൾ ഒരുപാട് സന്തോഷമായി. മാഷാ അല്ലാഹ്. ഞാൻ വീട്ടിൽ അവരൊക്കെ അറിയിച്ചപ്പോൾ അവരൊക്കെ ഫ്രണ്ട്സുകളും എല്ലാവരും ഹാപ്പിയായി. എല്ലാവർക്കും സന്തോഷം. പിന്നെ എന്നോട് പ്രത്യേകിച്ച് എനിക്ക് ഞങ്ങൾ കുറേ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. റേഡിയോ ശ്രോതാവാണ്. ഒരുപാട് റേഡിയോ ശ്രോതാക്കളുണ്ട്. അവരൊക്കെ പറഞ്ഞ് പ്രത്യേകം അന്വേഷണം പറയണമെന്ന് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ അന്വേഷണം പറയണമെന്ന് പറഞ്ഞു. എല്ലാവർക്കും ഒരു ഹായ്. താങ്ക് യു. ഫസ്റ്റ് റൗണ്ടാണ് എളുപ്പം, സെക്കൻഡ് റൗണ്ടാണ് എളുപ്പം? എന്ത് തോന്നി? ആദ്യം പേടി ഉണ്ടായിരുന്നു. ഇങ്ങനെ ക്യാമറ മുന്നിൽ വെച്ചിട്ട് ആദ്യമായിട്ടാണ് പാചകം ചെയ്യുന്നത്. ഇപ്പോൾ ചെയ്ത് 2ാം റൗണ്ട് ഹൈദരാബാദി പറഞ്ഞപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നാലും ഞാൻ നമുക്കൊരു അവസരം കിട്ടിയല്ലേ, അത് നന്നായി ചെയ്യാൻ മനസ്സിലൊരു ഹാപ്പി ഉണ്ടായിരുന്നു.
നന്നായി വരട്ടെ. ഓക്കെ താങ്ക് യു. അപ്പോൾ റൈസ് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊരിയെടുക്കണം. നേരത്തെ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത ചിക്കന് അടുപ്പത്ത് വെച്ച് വേവിച്ച് ഇപ്പോൾ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ദമ്മിടാം. ദമ്മിടാം. ആദ്യം പാൻ അടുപ്പത്ത് വെച്ച് ചൂടാൻ ശേഷം നമ്മൾ നെയ്യ് ഒഴിച്ചതിന് ശേഷം റൈസ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് അതിന് മുകളിൽ ചിക്കൻ ഗ്രേവി ഇട്ട് കൊടുക്കാം. അതിന് മുകളിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പാൽ കുങ്കുമം ഒഴിച്ച് കൊടുത്ത് മല്ലിച്ചപ്പ് ഇട്ടിട്ട് പിന്നെ റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം കുങ്കുമ ഒഴിച്ച് കൊടുത്ത് ഇത്തിരി ഗരം മസാല ഇട്ട് കൊടുത്ത് നമുക്ക് ദം ചെയ്യാം. ആദ്യം നമുക്ക് ഇതിലേക്ക് നെയ്യ് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് റൈസ് ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ ഇതൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള റൈസ് ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം മുകളിൽ. ഇത് സ്പെഷ്യൽ മസാല ഗരം മസാല ഇട്ട് കൊടുക്കാം. കുങ്കുമപ്പൂവും പാലും വെച്ചത് ഒഴിച്ച് കൊടുക്കാം. കളറ് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. നമുക്കിത് ഫോയിൽ പേപ്പർ കൊണ്ട് അങ്ങനെ ഫിറാ റൈസിൻ്റെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് ദമ്മിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടി നമ്മുടെ കണ്ടസ്റ്റൻസിനെ വിസിറ്റ് ചെയ്യുന്നു. യെസ്, ഫൈനൽ സ്റ്റേജ്. വാ ദമ്മിട്ടു. ദമ്മിട്ടു. അതെ, ആശ്വാസമായി. എത്ര നേരം? ഇപ്പോൾ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ഇടാം. ടൈമിൻ്റെ 15 മിനിറ്റ് ഇടാം. അപ്പോൾ എല്ലാം സെറ്റായി തോന്നുന്നു അല്ലേ? എല്ലാം ഹാപ്പി സെറ്റ്, ഹാപ്പി, കോൺഫിഡൻസ്. കോൺഫിഡൻറ്റ്. കത്തി കണ്ടാ കോൺഫിഡൻറ്റ് കാണിച്ചിരിക്കുന്നതായിട്ട് ചേച്ചി. അല്ല, അറിയാതെ കൈ കയറി പോയത്. ദം പൊട്ടിക്കാൻ പോകുന്നു. നമുക്കിത് സെർവ് ചെയ്യാം.